റൂമിലുണ്ടായിരുന്ന കർട്ടനും കൂടി എടുത്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അയിനുവിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ 2 ദിവസം മുമ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ശനിയാഴ്ച നടത്താം എന്നുള്ളത്. അവൻ്റെ ബർത്ത്ഡേ വന്നത് ചൊവ്വാഴ്ചയാണ്, അതായത് 21-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ, ഒക്ടോബർ 21. പക്ഷേ നമ്മൾ 18-ാം തീയതി ശനിയാഴ്ച രാത്രിയാണ് ഫംഗ്ഷൻ നടത്തിയത്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, കുറച്ചൊക്കെ ഞാൻ നടത്തിയെടുത്തു. എന്നാലും ഡെക്കറേഷൻ ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ഇപ്പോൾ ഉള്ള മെയിനായിട്ട് ഞാൻ മിക്കയിടത്തും ഡെക്കറേഷനിൽ കാണുന്ന ഒരു ടൈപ്പ് ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഉള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സമയം ഉണ്ടായിരുന്നില്ല, നമുക്ക് തികയാഞ്ഞത് സമയമാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. വേറെ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെ പെങ്ങളും ഞങ്ങളും പിന്നെ എൻ്റെ അമ്മ അച്ഛനും ചേച്ചി, ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുകൊണ്ട് 2nd ബർത്ത്ഡേക്ക് എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നിട്ട്, പക്ഷെ അതൊന്നും നടന്നില്ല. അടുത്ത കൊല്ലമെങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോലെ, ദൈവം സഹായിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ അതിനുൻ്റെ ബർത്ത്ഡേ നടത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത്. അതിൻ്റെ തലേ ദിവസം നമ്മൾ പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ കംപ്ലീറ്റ് സാധനങ്ങൾ മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇത് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ടിട്ട് ഞാൻ മാക്സിലേക്കാണ് പോയത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കളർ കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഉള്ളതിൽ ഞാൻ തൃപ്തിപ്പെട്ടു. അയിനുവിന് ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം എലഫൻറ്റിൻ്റെ തീമിലുള്ള ഡെക്കറേഷനാണ് ഉദ്ദേശിച്ചത്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു തീമും ഉണ്ടായിരുന്നില്ല. കാര്യം ആൾക്ക് ആ സമയത്ത് ഒന്നിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർ JCB പിന്നെ ആന അതിനോടൊക്കെ ഭയങ്കര ക്രേസായത്. ഇപ്പം ഞാൻ ഈ വെട്ടിയെടുക്കണത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ തീരൂല എന്ന് മനസ്സിലായതുകൊണ്ടിട്ട് ഞാൻ ചേട്ടനെയും കൂടി ഹെൽപ്പിന് വിളിച്ചിട്ട്, ആ ചേട്ടൻ വേറെ പണിയിലായിരുന്നു, അവിടെ നിന്ന് വിളിച്ചു വരുത്തിയതാണ് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അത്യാവശ്യം നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വലിയ കട്ടൗട്ടിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് മെനക്കേടായത് ആ ഒരു കുഞ്ഞു കുഞ്ഞു ആനേനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അതെനിക്ക് സൈസ് മാറിപ്പോയി. ഇത് കുറച്ച് വലിയ സൈസ് പ്രിൻ്റ് എടുക്കേണ്ടതായിരുന്നു. ഇത് നമ്മൾ വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും തീരെ ചെറുതായിപ്പോയി. അത് ഭയങ്കര പാടായിരുന്നു ലാസ്റ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേക്കിംഗ് എന്ന് പറയണത്. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ നൂലിൽ ഇങ്ങനെ ഒട്ടിച്ച് വന്നപ്പോഴത്തേനും ആ നൂല് തമ്മിലുടക്കി കട്ട പിടിച്ചു. ആകെ മൊത്തം മെനക്കേടായ പോലെ ആയി. പിന്നെ ഞാനതൊരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. ലാസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന ഡെക്കറേഷൻസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒന്ന് തപ്പിയാൽ മതി. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 500 രൂപയിൽ താഴെ നിന്നുള്ളൂ ഡെക്കറേഷന് വേണ്ടിയിട്ട്. അധികം പൈസ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കുകയും ചെയ്തു. ഒന്നുകൂടെ ഭംഗിയാക്കാമായിരുന്നു. പക്ഷെ നമുക്ക് സമയപരിധി മൂലം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഒപ്പിച്ചു. വീട്ടിൽ നിന്നൊക്കെ അമ്മയും അച്ഛനൊക്കെ വന്നപ്പോഴും ഡെക്കറേഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനും ചേട്ടനും കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ ചേച്ചി അമ്മയും നാത്തൂനൊക്കെ വന്നിട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്തത്. കാര്യം കൊച്ചൊന്ന് സഹകരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ പണികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾ ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ടാണ് ഓരോന്നോരോന്നും ചെയ്യണത്. പിന്നെ നമ്മുടെ പുറത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൽ നമ്മുടെ വൈറ്റ് കർട്ടൻ തന്നെയാണ് ഒന്ന് ചുറ്റി വെച്ചേക്കണത്. കേക്ക് കട്ടിയാനുള്ള കേക്ക് സ്റ്റാൻഡായിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡാണ് കേട്ടോ എടുത്ത് വെച്ചത്. ഈ ഹാപ്പി ബർത്ത്ഡേ 2ാമത് പോയി മാറ്റി വാങ്ങിച്ചതാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് അവിടെ നിന്ന് തന്നു വിട്ടത് വെൽക്കം ബേബി ആയിരുന്നു. ഇവിടെ വന്ന് ഞാൻ പൊട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കിയപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ എച്ചൊന്നും അതിൽ കിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴാണ് വെൽക്കം ബേബി ആണല്ലോ തന്നു വിട്ടേക്കണെന്ന് ഓർത്തത്. ആ സമയത്ത് ചേട്ടൻ പോയി മാറ്റി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നമ്മുടെ സമയമൊക്കെ കുറച്ച് അവിടെ പോയിട്ടാ. ചേച്ചിക്കും നാത്തൂനും 8ൻ്റെ പണി കൊടുത്തതാണ് ഞാൻ. ആ ഒട്ടിച്ച ആനക്കുട്ടനൊക്കെ മിക്സ് ആയിപ്പോയി. അത് നൂല് അവിടെ കട്ട പിടിച്ചു പോയി. കുറച്ചും കൂടി വലിയ ആനയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായാനായിട്ടാ. വെട്ടി വന്നപ്പോഴത്തേനും ഒന്നുകൂടെ ആന ചെറുതായിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുന്നവർ സൈസൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പ്രിൻ്റ് എടുക്കുക കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിട്ട് ഇതിൻ്റെ സൈസിനെ പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഈ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇമേജ് എല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനത് മറ്റേ നമ്മുടെ സ്റ്റുഡിയോ ഇല്ലേ ഫോട്ടോസ് എടുക്കണം, ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഡെക്കറേഷൻ സെറ്റ് ചെയ്തേക്കണത്. ഇതിനെ നമ്മൾ പിശുക്ക് കാണിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കാര്യം ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോയിലും കഴിഞ്ഞ ബർത്ത്ഡേയുടെ വീഡിയോയിൽ പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. നമ്മൾ കുറച്ച് മെനക്കെട്ട് ചെയ്യുന്നത്, വലുതാണേലും ചെറുതാണേലും നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും മറ്റൊരാളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ കിട്ടില്ല. അതിൻ്റെ ഒരു ഫീൽ അത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ എപ്പോഴും ചെയ്യുന്ന വർക്കിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവൻ ആനയോടുള്ള ഇഷ്ടം കാരണമാണ് ആനയുടെ തീം തന്നെ ചൂസ് ചെയ്തത്. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് വോയിസിന് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കേക്ക് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിച്ചതാണ്.
അധികം വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, സിമ്പിൾ ഡിസൈൻ തന്നെ കൊടുത്ത് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്ത കേക്കാണ്. അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനിമൽസിൻ്റെ പ്രിൻ്റ് എടുത്തത്. അനിമൽസിൻ്റെ പ്രിൻറ്റിൻ്റെ ബാക്കിൽ ഞാൻ ബഡ്സില്ലേ, നമ്മുടെ ഇയർ ബഡ്സ്, ആ ബഡ്സിൻ്റെ ആ പഞ്ഞിയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് ആ സ്റ്റിക്കാണ് ഞാൻ അതിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ടൂത്ത് പിക്ക് ഉള്ളവർ ടൂത്ത് പിക്ക് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ടൂത്ത് പിക്ക് ഉണ്ടായിരുന്നില്ല, വാങ്ങിക്കാൻ ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഞാൻ ബഡ്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ബഡ്സ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് ആ സ്റ്റിക്കാണ് കേക്കിനകത്തേക്ക് കുത്തി ഇറക്കിയേക്കണത് കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചേട്ടനും പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അയിനുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് 2.5 കിലോത്തിൻ്റെ കേക്കും കേക്ക് പോപ്സൊക്കെ ഞാൻ ഒറ്റക്കാണ് ഉണ്ടാക്കിയത്. കാര്യം അത്രയും ക്വാണ്ടിറ്റിയിലുള്ള കേക്ക് ആകുമ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചുണ്ടാക്കുമ്പോൾ എനിക്കതിൽ നഷ്ടം വരുന്നില്ല. പക്ഷേ ഇതൊരു ചെറിയ പരിപാടി ആയതുകൊണ്ടിട്ട് ഇതിന് വേണ്ടി മാത്രം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്കത് പിന്നീട് യൂസ് ഇല്ല. അതുകൊണ്ടിട്ട് ഞാൻ കേക്ക് ഓർഡർ കൊടുത്തതാണ് കേട്ടോ പുറത്ത്. നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ഇത്രയ്ക്കും ചിലവ് കുറച്ചിട്ടും പരിപാടി നടത്താൻ പറ്റും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുക്കാനുള്ള മെയിൻ ഇൻറ്റൻഷൻ. ഇനിയിപ്പോൾ കാശില്ലാന്ന് വിചാരിച്ചിട്ട്, ഒത്തിരി കാശ് വേണമെന്ന് വിചാരിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ബർത്ത്ഡേ വ്ളോഗും ഇതിൻ്റെ ഒപ്പം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയതുകൊണ്ടിട്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം ബർത്ത്ഡേ വ്ളോഗ് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.